സ്റ്റേഷനിലെ മർദ്ദനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ രതീഷിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. വാർഷിക വേതന വർധന തടയാനാണ് ആലോചന. രതീഷിന്റെ വിശദീകരണം ലഭിച്ച ശേഷമാകും തുടർ നടപടി. ഇന്നലെയാണ് രതീഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, രതീഷ് സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ വേതന വർധന അടക്കമുള്ളത് തടഞ്ഞു വെക്കാനുള്ള ഒരു നീക്കം കൂടിയുണ്ട്. രതീഷിനോട് നേരത്തെ ഒരു വിശദീകരണം ചോദിച്ചിരുന്നു, അതിനുള്ള മറുപടി നൽകിയിരുന്നു സിജോ? അതിനുള്ള വിസ്തീർണത്തിനുള്ള മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. 2 ആഴ്ചത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇന്നും കൂടി ആകുമ്പോൾ 10 ദിവസമാകും. എന്തായാലും 4 ദിവസം കൂടിയുണ്ട്. അതിനുള്ളിൽ മറുപടി നൽകിയാൽ മതി. എന്തായാലും നിയമ വിദഗ്ധരുമായി ഒക്കെ ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു മറുപടി നൽകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും മറുപടി എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സേനയ്ക്കുള്ളിൽ നിന്ന് ഇതിൽ ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ആനുവൽ ഇൻക്രിമെന്റ്, വാർഷിക വേതന വർധനമൊക്കെ തടയുക എന്നുള്ളതാണ്. അത് ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒക്കെ കണക്കാക്കിയാണ് എത്ര വർഷത്തെ തടയണം എന്നുള്ളത്. പരമാവധി 3 വർഷം വരെയാണ് പോലീസിന് തടയാൻ സാധിക്കുക. അപ്പോൾ ഈ മറുപടി കിട്ടിയാൽ ഉടനെ തന്നെ ഇയാളുടെ ആനുവൽ ഇൻക്രിമെന്റ് ഒക്കെ തടയുന്നുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. അതുകൊണ്ട് തീരുന്നില്ല. ഞാൻ പറയുന്നത് പോലീസിന് പരമാവധി ചെയ്യാൻ, പോലീസ് സേനയിൽ നിന്ന് പരമാവധി ചെയ്യാൻ പറ്റുന്ന നടപടി ഇതാണ്. പക്ഷേ സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന് കടുത്ത നടപടികളിലേക്ക് പോകാം. ഇവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അവർക്ക് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സേനയിൽ കളങ്കമുണ്ടാക്കിയ പല ആളുകളെയും സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത്. അത്തരം നടപടികളിലേക്ക് പോകാനുള്ള ഒരു ആലോചന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നത്. അത് എപ്പോഴും ഉണ്ടാവും, അത് വൈകാതെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായ മാധ്യമങ്ങളിലൂടെ പോലീസുകാർക്ക് ഇത്തരത്തിൽ പരാതികൾ വരുന്നു. അതിനുള്ള ചില നടപടികൾ, കുന്നംകുളത്തെ നടപടിയെടുത്തു, ഇന്നലെ PC-യിൽ നടപടിയെടുത്തു. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ശക്തമായ സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്താൽ മാത്രമേ ഇതിലൊരു സർക്കാർ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ എടുത്തു എന്നുള്ളൊരു സൂചന നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കും. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷെ അതിന് മുന്നോടിയായി തന്നെ ഇവർക്കെതിരായ വകുപ്പ് തല നടപടി, പോലീസിന്റെ നടപടി ഉടനുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം.